സാധാരണ ഡോക്ടേഴ്സൊക്കെ യൂറിൻ റൊട്ടീൻ പറയാറുണ്ടല്ലോ, യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മറ്റേ എക്സ്പെർട്ടുകൾക്ക് വേണ്ടിയിട്ടല്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ യൂറിൻ്റെ കളറും അപ്പിയറൻസും ആണ് നോക്കുന്നത്. പെയിൽ യെല്ലോ ആണോ റെഡിഷ് ആണോ, അല്ലെങ്കിൽ ക്ലിയർ ആണോ ടർബിഡ് ആണോ എന്നുള്ള കാര്യം നോക്കും. അത് കഴിഞ്ഞ് സെൻട്രിഫ്യൂജ് കപ്പിലേക്ക് യൂറിനെ മാറ്റിയതിന് ശേഷം അതിൽ നമ്മൾ സ്ട്രിപ്പ് ഇട്ട് നോക്കും. അതിൽ ആൽബുമിനും ഷുഗറും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 30 സെക്കൻഡ് ഷുഗറും 60 സെക്കൻഡ് ആൽബുമിനും അത് നോക്കി ആ സ്കെയിൽ വെച്ച് നമ്മൾ റീഡ് ചെയ്യും. കളർ ചേഞ്ച് അനുസരിച്ച് റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെൻട്രിഫ്യൂജിലേക്ക് ഈ സെൻട്രിഫ്യൂജ് ട്യൂബ് ഇടുന്നു. 10 മിനിറ്റ് 1500 RPM നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. 10 മിനിറ്റ് കഴിഞ്ഞ് സെൻട്രിഫ്യൂജിൽ നിന്ന് എടുത്തതിന് ശേഷം നേരെ അതിൻ്റെ സൂപ്പർനൈറ്റിൻ്റെ കളഞ്ഞിട്ട് സെഡിമെൻറ്റ് മാത്രം എടുക്കും. സെഡിമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂബിൽ കാണാൻ പറ്റും. ആ താഴെ വൈറ്റ് ആയിട്ടുള്ളതാണ് സെഡിമെൻറ്റ്. സൂപ്പർനൈറ്റിൻ്റെ റിമൂവ് ചെയ്തിട്ട് സെഡിമെൻറ്റിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മൈക്രോസ്കോപ്പ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡിലേക്ക് വയ്ക്കും. സ്ലൈഡിലേക്ക് ഒരു ഡ്രോപ്പ് വെച്ചതിന് ശേഷം ഒരു കവർ സ്ലിപ്പ് കൊണ്ട് അത് കവർ ചെയ്തത് നേരെ മൈക്രോസ്കോപ്പ്. ഇനി റിപ്പോർട്ട് ചെയ്യുന്ന RBC, പസ്, ബാക്ടീരിയ, കാസ്റ്റ്, ക്രിസ്റ്റൽ എല്ലാം ഇത് നോക്കിയിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, നന്നായിട്ട് നിങ്ങൾക്ക് ബാക്ടീരിയ കാണാൻ പറ്റും. ആ ചലനമുള്ളതെല്ലാം ബാക്ടീരിയ, അതിനകത്ത് പസ്സുണ്ട്. അപ്പോൾ ഇത് നല്ല ഇൻഫെക്ഷനുള്ളൊരു യൂറിനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നോർമൽ യൂറിൻ റൊട്ടീനാണ് ഇതൊക്കെ വരുന്നത്. കംപ്ലീറ്റ് യൂറിൻ അനാലിസിസിൽ ഒരുപാട് ടെസ്റ്റുകളും കൂടെ വേറെ ഉണ്ട്. ഓക്കെ.